ഞാൻ കണ്ടത് അവളെ തന്നെയാണ്. അപ്പൊ പക്ഷെ അത് അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയില്ല. ഇല്ലായിരിക്കാം, പക്ഷേ ഇതില് എന്തോ ഒരു ചതിയുണ്ട്. എന്ത് ചതി? ആ വീട്ടിൽ കണ്ടത് ഞാൻ ജെസിയെ തന്നെയാണ്. ഇങ്ങനെ ഒരു കുട്ടി അവിടെ ഉള്ള കാര്യം മുമ്പ് നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ തന്നെ ഇന്നലെ അറിയുന്നത്. ആ, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു കുട്ടി ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നീ ആ വീട്ടിൽ പോകുമ്പോ ആ കുട്ടിയെ കാണില്ലായിരുന്നോ? അതിന് പപ്പ അത് സ്വന്തം സിസ്റ്റർ അല്ലല്ലോ, ഏതോ ബന്ധത്തിലുള്ള സിസ്റ്റർ എന്നല്ലേ പറഞ്ഞേ. ഇത് ഇന്ന് നിനക്കെന്ത് മനസ്സിലായി? പപ്പ എന്താ ഉദ്ദേശിക്കുന്നത്? മോളെ, ഇതിലെന്തോ കള്ളക്കളി നടക്കുന്നു. ആരൊക്കെയോ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നു. ആര്? നീ സ്നേഹിക്കുന്നത് ആരാണോ അവർ. നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്ക മോളെ. എനിക്ക് ഈ ബന്ധം അത്ര നന്നായിട്ട് തോന്നുന്നില്ല. ടോമും ആ ജെസിയായിട്ട് എന്തോ ബന്ധമുണ്ടെന്നാ എനിക്ക് തോന്നുന്നു. എന്ത് ബന്ധം? അത് കണ്ടുപിടിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം. അല്ലെങ്കിൽ നീയും ടോമും തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അവളെ ഇടയ്ക്ക് ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തിനാ? എനിക്ക് തോന്നുന്നത് അവര് തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്. പിന്നെ അത് കൂടാതെ ഈ ഓഫീസിൽ ആർക്കൊക്കെയോ ഈ ബന്ധത്തെക്കുറിച്ചാണ്. അവരെല്ലാരും കൂടി നിന്നെ ചതിക്കുകയാണ്. അവളെ ഞാനിന്ന് എന്തായാലും തിരിച്ചു പോകും. ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് നീയാണ്. നീ എന്ത് തീരുമാനം എടുത്താലും പപ്പ നിന്റെ കൂടെ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ആലോചിച്ചൊരു തീരുമാനം. ആ വീട്ടിൽ കണ്ടത് ഞാൻ ജെസിയെ തന്നെയാണ്. ഇങ്ങനെ ഒരു കുട്ടി അവിടെ ഉള്ള കാര്യം മുമ്പ് നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇറങ്ങുന്നില്ലേ? ഇറങ്ങണം, എന്തോ ഒരു വല്ലായ്മ. ആ, കണക്കായി പോയി. ഞാൻ രാവിലെ ടോമിനെ മര്യാദക്ക് പറഞ്ഞതല്ലേ ആ ഉപ്പുമാവ് കഴിച്ചാൽ മതിയെന്ന്. ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ചപ്പാത്തി ചൂടാക്കി കഴിച്ചിട്ടാ ഇങ്ങനെയൊക്കെ വരുന്നത്. ഇതാണ് നല്ലത്. ആ, എന്നാ പിന്നെ കിഴങ്ങേറിയുടെ ആയിരിക്കും. മമ്മി പറഞ്ഞല്ലേ നന്നായിട്ട് വെന്തിട്ടില്ലാന്ന്. ആവശ്യം തോറുന്നൊക്കെ രാവിലെ മുറിച്ച് വെച്ച് കഴിക്കുകയും ചെയ്യും. എന്റെ മനസ്സിൽ എന്തോ ഒരു ഒരുമാതിരി, വയറിനല്ല. മനസ്സിനിപ്പം എന്തോ ആയി? അത് ഞാൻ ഒരു സ്വപ്നം കണ്ടു. ആ ക്രിസ്ത്യയുടെ കൂടെ വല്ല കെട്ട വല്ലതും ആണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയണേ, എനിക്ക് കേൾക്കണ്ട. കെട്ടതുമാണ്, ക്രിസ്ത്യനെയുണ്ട്. എന്നുവെച്ചാ ഈ ഞാനും നീ വീണ്ടും സെപ്പറേറ്റഡ് ആവണടി. എന്റെ കർത്താവേ, അനാവശ്യം പറയരുത് കേട്ടോ. ഇത് റീൽസ് അല്ല, സ്വപ്നമാണ്. ഇങ്ങനെ തോണ്ടി അടുത്തത് കാണാൻ പറ്റില്ല, ഇഷ്ടമുള്ളത്. രാവിലെ മനുഷ്യന്റെ മൂഡ് കളയാനായിട്ട്. നമ്മൾ സെപ്പറേറ്റഡ് ആകുമ്പോ അമലും ക്രിസ്ത്യനും അപ്പുറത്തും ചിരിക്കണടി. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായി? ഇല്ല. നമ്മൾ സെപ്പറേറ്റഡ് ആയപ്പോൾ അമലും ക്രിസ്ത്യനും അപ്പുറത്തും ചിരിക്കുന്നത് സ്വപ്നം കണ്ടെന്ന് ഞാൻ ഇപ്പൊ മനസ്സിലായ. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ലേ? അതല്ലേ ഞാൻ പറഞ്ഞ, വേറെ ഇഷ്ടമുള്ള സ്വപ്നം എടുത്ത് കാണാൻ പറ്റൂ. അതെന്താന്നോ, നിങ്ങൾ ഈ ആവശ്യത്തെ കാര്യങ്ങൾ ഓരോന്ന് ഇങ്ങനെ ചിന്തിച്ച് നടക്കുന്നോണ്ടാണ് ഇങ്ങനത്തെ ഓരോരോ സ്വപ്നങ്ങൾ കാണുന്നത്. ആ, ഗ്രേസി അറിയാമോ? ഗ്രേസി നമ്മുടെ മമ്മിയല്ലേ? എനിക്ക് ഒരു മമ്മിയുണ്ട്. ഒരു മമ്മീനെ കൂടെ ആവശ്യമില്ല. ആവുമ്പോ പറയാം. വരട്ടാമെന്നെങ്കിലും രാവിലെ ഇരുന്ന് കയറിപ്പോ. ഞാൻ ഒറ്റയ്ക്കിരുന്ന് വിഷമിച്ചിട്ട് വന്നോളാം. ഞാൻ പോണു. ഓ, നീ കയറിപ്പോ.